ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വ്ളോഗ് ഒരുപാട് നീളം കൂടിയ വ്ളോഗാണ് കേട്ടോ. നാടിനെ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നാട്ടിൽ നിന്ന് പോകുന്ന വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ വീടടച്ച് പോരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മുടെ ചെടികളെ കാര്യങ്ങൾ തന്നെയായിരുന്നു. പിന്നെ അതുപോലെ കോഴികൾ, പൂച്ചകൾ, ഇവരുടെ കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കോഴികളുടെ ഈ ഒരു കുഞ്ഞു മുറ്റുണ്ട് കോഴികൾക്ക്, അതൊക്കെ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തെങ്ങുകളൊക്കെ ചിലത് കായ്ച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ കുഷ്യന്, ബെഡ്ഷീറ്റ്, മജ്ലിസൊക്കെ അലക്കി വൃത്തിയാക്കി എടുത്തു വെച്ചു. ചെടികൾക്ക് വളം ചെയ്യലായിരുന്നു മെയിൻ ഒരു ജോബ് കേട്ടോ. ഒരുവിധം മദർ പ്ലാന്റുകളൊക്കെ നമ്മൾ എടുത്ത് തൈകളൊക്കെ മാറ്റി നട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും വെർമിക്കുലേറ്റൊക്കെ ഇട്ട് കൊടുത്ത് ഉഷാറാക്കി വീണ്ടും പോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ തൈകളൊക്കെ നമ്മൾ നഴ്സറി പോട്ടിലേക്ക് നട്ടിട്ട് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. അതൊക്കെ ഇനി വരുന്ന സമയമാകുമ്പോഴേക്കും നല്ല തൈകളായിട്ട് കിട്ടും. നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, പോയാൽ ചെടികൾ എന്ത് ചെയ്യും, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ, വീട്, കോഴി, ഇതൊക്കെ എന്താ ചെയ്യാൻ. നമ്മൾ അതിനൊക്കെ ഒരു നല്ല വൃത്തിക്കും കാര്യത്തിലും ചെയ്യുന്ന ആളുകളെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നവർക്ക് ചെടികളെക്കുറിച്ചും നല്ല ധാരണയുണ്ട്. കാരണം നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവരും അതിൻ്റേതായുള്ള കാര്യങ്ങൾ, നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിനനുസരിച്ചിരിക്കുമല്ലോ നമ്മുടെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ എനിക്ക് മനസ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രീതിയിൽ നോക്കുന്ന ഒരാളെ തന്നെയാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ അയൽവാസികളും കാര്യങ്ങളും ഒക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ. അവരെന്നെ വന്നിട്ട് വെള്ളം ഒക്കെ അടിച്ചു കൊടുക്കാനും ഒക്കെ ഉഷാറാണ്. 7 വർഷമായി നമ്മൾ ഈ ഒരു ചെടിയുടെ ഫീൽഡിൽ നിൽക്കുന്നു. ഒരുപാട് ടെൻഷനും കാര്യങ്ങളും, ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു ജോലി ഇത്ര സക്സസ്സിൽ ഞാൻ എത്തിച്ചത്. അപ്പം ഞാൻ അതിന് ഒരു റിലാക്സ് എന്നോണാണ് 2 മാസം ഇതിൽ നിന്ന് വേറിട്ട് സ്വസ്ഥമായൊരു 2 മാസം കിട്ടണം. നമുക്കും നമ്മുടെ ലൈഫിനെയുമാണല്ലോ ശരിക്കൊന്ന് നോക്കിക്കാണാം. ചെടികൾ മാത്രം അതുപോലെ പൈസ മാത്രം ആയാൽ പോരാലോ. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് 2 മാസത്തെ റെസ്റ്റ് ഞാൻ തീരുമാനിച്ചത്. എന്നെപ്പോലെ തന്നെ എൻ്റെ ചെടികളും 2 മാസം നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കട്ടെ. കുഞ്ഞുങ്ങളുണ്ടാവുന്നത് ഞാൻ പിഴുത് മാറ്റി തൈകളാക്കി വിൽക്കല്ലായിരുന്നു. അപ്പോൾ അവർക്കും അതിൽ നിന്നൊക്കെ ഒരു റിലാക്സ് ഉണ്ടാവട്ടെ. ചെടികൾ എന്നല്ല കേട്ടോ, എന്ത് ബിസിനസ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും അതിൻ്റെതായ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നന്നായിട്ട് റിസ്ക് ചെയ്യണം. നമ്മൾ ആ റിസ്ക് നമ്മൾ എത്രത്തോളം ഏറ്റെടുക്കുന്നുണ്ടോ അതിനുള്ള ഒരു കൂലിയാണ് നമുക്കതിൽ നിന്ന് കിട്ടുക. 2 മാസം കഴിഞ്ഞ് സ്കൂൾ വെക്കേഷൻ തീരുന്ന സമയത്ത് നാട്ടിലെത്തും. അപ്പോൾ നല്ല നല്ല ചെടികളുമായിട്ട് പുതിയ ഗാർഡൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. അതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടിയാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ പൂച്ചക്കുട്ടികളെയാണ് മിസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചെടികൾ മിസ് ചെയ്യും. അതിലുപരിയായിട്ട് എൻ്റെ വീട് ഞാൻ മിസ് ചെയ്യും. ഹസ്ബൻഡിനോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വീടിനേക്കാളും ഭംഗിയുള്ള ഒരു താമസ സൗകര്യം അവിടെ ഒരുക്കിയില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ബോറടിക്കൂട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് മൂപ്പര് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ദിവസവും ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ചെടികളുടെ അടുത്താണ് ആദ്യം വരിക. കാരണം നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് ചെടികൾ. സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു വരവിൻ്റെ സമയമാണ് ഞാനും അവിടെ എത്താറുള്ളത്. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ കുട്ടും ഇബ്രുവും ഉണ്ടാവും കുട്ടൂനെയും ഇബ്രുവിനെയും പാത്തുനെയും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ രാവിലെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇവർ നമ്മുടെ കയ്യിൽ തട്ടിയിട്ട് അവരെ തലഭാഗത്തൊന്ന് തൊട്ട് കൊടുക്കണം, എങ്കിലേ അവർ ഫുഡ് കഴിക്കുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഫ്ലവറുള്ള ഓർക്കിഡ് ഗാർഡൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം മുഴുവൻ എനിക്ക് ഓർക്കിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ പൂക്കൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൻ്റെ ഒരു സുഖം. അപ്പോൾ അത് വലിയൊരു ഫീലിംഗ് ആണ്. അതൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്യും. എന്നാലും മിസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മറ്റുള്ള സന്തോഷങ്ങളും ഉണ്ട് കേട്ടോ. ഓർക്കിഡിൻ്റെയൊക്കെ തൈകൾ ഇനി ഒരുപാട് ഞാൻ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വരുന്ന സമയമാകുമ്പോഴേക്കും എല്ലാം റെഡിയായി പൂക്കൾ കിട്ടും. അപ്പോൾ നമുക്ക് സെയിലും തുടങ്ങാം. പോരുന്നതിന് കുറച്ച് ദിവസം മുമ്പായിരുന്നു കേട്ടോ നമ്മുടെ സോങ്ങിൻ്റെ
പ്രകാശനം അത് പാണക്കാട്ടേക്ക് നമുക്ക് പ്രത്യേകം അനുവാദം കിട്ടി. നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ എഴുതിയ ഒരു പാട്ട് ഒരു മീഡിയക്കാരെ ഏറ്റെടുത്ത് അതൊന്ന് റിലീസാക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അതൊക്കെ ഈ ഒരു ഇതിലൂടെ എനിക്ക് സാധിച്ചു കേട്ടോ. അപ്പം നമ്മുടെ തങ്ങളും അതുപോലെ മീഡിയക്കാരും ഒക്കെ ഫോട്ടോ എടുക്കാനുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പുറപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. മക്കളും സെയിനും എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് സെയിനു ആരാണെന്ന്. സെയിനു നമ്മുടെ ഡ്രൈവറാണ്. നമ്മളെ തൊട്ടടുത്ത വീട്ടിലുള്ള കുട്ടിയാണ്. നമ്മുടെ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ് മേഖലയിലൊക്കെ അവനാണ് കൂടുതൽ റിസ്ക് എടുക്കുന്നത്. ഏത് സമയത്ത് നമ്മളെവിടെ പോകണം എന്ന് പറഞ്ഞാലും വളരെ ലോങ് ആയിട്ടുള്ള ട്രിപ്പിലും അവൻ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് ഞങ്ങളെ കൊണ്ടുപോവുക. അയൽവാസി ഡ്രൈവർ എന്നതിലൊക്കെ ഉപരിയാണ് സെയിനു. ഒരു ഉമ്മാക്ക് കൊടുക്കേണ്ട എല്ലാ സ്ഥാനവും തന്നിട്ടാണ് അവന് കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര പ്രൊട്ടക്റ്റായിട്ടാണ് ഏത് സ്ഥലത്തേക്കും യാത്ര ചെയ്യാറുള്ളത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടോ, കുട്ടികളുണ്ടോ എന്നൊക്കെ. കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പോയി വന്നിട്ടാണ് ഇനി കല്യാണം. എൻ്റെ വകയായിട്ടുള്ളൊരു ഗിഫ്റ്റ് കൂടിയാണ് അവന് ഈ യാത്ര. ആദ്യമായിട്ട് സൗദിയിൽ പോകുന്ന ഒരാൾക്ക്, സൗദി എന്നല്ല വിദേശത്തേക്ക് പോകുന്ന ഒരാൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാവും. ആ ഒരു രീതിയൊക്കെ ഞാൻ അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് വായിച്ചെടുത്തു കേട്ടോ. അവന് ഭയങ്കര ഹാപ്പിയിലാണ്. സെയിനു കൂടെ ഉള്ളത് കൊണ്ട് തന്നെ മക്കളും ഈ പ്രാവശ്യം നല്ല ഹാപ്പിയിലാണ്. അല്ലെങ്കിൽ ഒരു വെക്കേഷന് ഇവരാരും കൂടെ പോരാൻ തയ്യാറാവാറില്ല. ചെറുതിനെ മാത്രമായിട്ടാണ് ഞാൻ വെക്കേഷന് പോവാറുള്ളത്. ഈ പ്രാവശ്യം എല്ലാവരും സെയിനു കൂടെ ഉള്ളത് കൊണ്ട് തന്നെ പോരണം എന്നുള്ള ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ നമ്മളെ ലഗേജൊക്കെ ലേബർമാർ ഇതിൽ കൊണ്ടിട്ടു. ലഗേജൊക്കെ കുഴപ്പമില്ലാതെ ഫുള്ളായിട്ട് പോയി. 7 ടിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ലഗേജ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 14 പെട്ടി ഉണ്ടായിരുന്നു നമുക്ക്. നമ്മളൊരു കൊട്ടവണ്ടിയിലാണ് പെട്ടികൾ കൊണ്ടുവന്നത്. അത്രയും ബോക്സുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഡ്രസ്സുകൾ, മക്കളെ ഓരോരുത്തരുടെ ഡ്രസ്സുകളും പിന്നെ അവർ പഠിക്കാനുള്ള പുസ്തകങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീട്ടിലുണ്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഹസ്ബൻഡിന് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ലോഞ്ചിലിരിക്കുന്ന സമയത്ത് അനൗൺസ്മെൻറ്റ് വന്നു. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുമ്പോൾ സൈനുവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മൾ സീറ്റ് അപ്പുറം ഇപ്പുറം ആയതുകൊണ്ട് തന്നെ നമുക്കത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എല്ലാവരോടും പെട്ടെന്ന് കൂട്ടാവുന്ന ഒരു സ്വഭാവ രീതിയാണ് സൈനുവിൻ്റെത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ നിന്നും ഒരുപാട് പേര് ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് അവന് ഭയങ്കര ഹാപ്പിയായി. കാലിക്കറ്റ് ടു ബോംബെ ടു റിയാദാണ് നമ്മൾ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. കാരണം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഭയങ്കര റഷാണ് ടിക്കറ്റിന്. അപ്പോൾ നമ്മൾ അങ്ങനെ ആയാലും കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് ആളുകളുള്ളതല്ലേ എന്നുള്ള രീതിക്ക് എടുത്തു. ഫുഡൊക്കെ കഴിച്ചു. 1.5 മണിക്കൂർ ആയ ടൈമിൽ ബോംബെ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇത്ര വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ഞാൻ ഒരു പ്രാവശ്യമാണ് ബോംബെ ടച്ച് ചെയ്ത് പോയിട്ടുള്ളത്. ബാക്കി എല്ലാ പ്രാവശ്യവും നമ്മൾ ഡയറക്റ്റാണ് എടുക്കുക. പക്ഷേ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നമുക്ക് ടിക്കറ്റ് ഒരുപാട് വൈകി കിട്ടാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്തു. പിന്നെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്തതായിരുന്നു. പക്ഷേ കിട്ടാത്ത കാരണം എയർ ഇന്ത്യ നമ്മൾ യൂസ് ചെയ്ത അപ്പോഴും അവർ 2 മണിക്കൂർ ഡിലേ ആക്കി. അത് മോളവിടെ കുറേ സംസാരിച്ച് നമുക്കവർ ഫുഡും ഇതൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ വീണ്ടും യാത്രയാവുകയാണ് കേട്ടോ. ബോംബെ ടച്ചിങ് ആണെന്ന് വെച്ച് നമ്മൾ ലഗേജൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി റൂമിലേക്ക് പോകുന്ന ടൈമാണിപ്പോൾ. ഹസ്ബൻഡും ഫ്രണ്ടൊക്കെ നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 2 വണ്ടിയിലാണ് നമ്മൾ എയർപോർട്ടിൽ നിന്നും റൂമിലേക്ക് പോയത്. സൈനുവിന് ഈ മരുഭൂമിയിലെ കാഴ്ചകളൊക്കെ വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് റൂമിൻ്റെ ഭാഗത്തെത്തി. റൂമും അതുപോലെ തന്നെ നല്ല സെറ്റപ്പായിട്ടുള്ള റൂം തന്നെയാണ് ഹസ്ബൻഡ് എടുത്തത്. അല്ലെങ്കിൽ ഞാനിവിടെ കൂടുതൽ നിൽക്കാതെ തിരിച്ചു പോകും എന്നുള്ള പേടിയായിരുന്നു. നമ്മൾ നല്ല വീട്ടിൽ നല്ല സൗകര്യവും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നമ്മൾ പിന്നെ ഇവിടെ വന്നിട്ട് വൃത്തിയില്ലാത്ത റൂമിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ചടച്ചു പോകും.
ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിനേക്കാളും സന്തോഷം കിട്ടുന്ന റൂമാണെങ്കിൽ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയുള്ളൂ എന്ന്. അങ്ങനെ അതിനെക്കാട്ടിലും നല്ല റൂമായിട്ട് തന്നെ ബാവ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഹോട്ടലിൻ്റെ ഈ ഒരു ഭാഗത്ത് കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായി. പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ വലിയൊരു ഇരിക്കാനുള്ള ഏരിയ ഹാൾ തന്നെ ഉണ്ട്. പിന്നെ 2 നല്ല ബെഡ്റൂമാണ്. ഇത് മക്കൾക്ക് ഉപയോഗിക്കാനുള്ള ബെഡ്റൂമും, ഇതുപോലെ തന്നെ വേറൊരു റൂം പെൺകുട്ടികൾക്ക് യൂസ് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്ക് മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഒന്നുണ്ട്. റൂമിലെത്തി നേരെ ഞാൻ ഇതുപോലെ ജനലിൻ്റെ കർട്ടൻ നീക്കിയപ്പോൾ കണ്ട കാഴ്ച എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇത് വല്ലാത്തൊരു സന്തോഷമാണ്. എല്ലാ റൂമുകളിലെ കർട്ടൻ നീക്കിയാലും ഇതുപോലെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. ഈ ഒരു റൂമാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ എനിക്ക് വേണ്ട ക്രീമുകളും എണ്ണ എല്ലാ കാര്യങ്ങളും ബാവ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ റൂമിലെത്തി കഴിഞ്ഞ് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു. എല്ലാവരും കുളിച്ച് ഫ്രഷായി അടിപൊളിയായിട്ട് എല്ലാവരും കിടന്നുറങ്ങി. പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. പിന്നെ റൂം ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഹോട്ടൽ റൂം ആയതുകൊണ്ട് നമുക്ക് എല്ലാ ക്ലീനിങ്ങും അതുപോലെ വേസ്റ്റ് കൊണ്ടുപോകാനൊക്കെ അവർ തന്നെ സഹായിക്കും, അവർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലേറ്റൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്ലേറ്റൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ മിക്സിയും കെറ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്ന സാധനങ്ങൾ ഇനിയും റെഡിയാക്കാനുണ്ട്. അതുപോലെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതുപോലെ കുറേ ബോട്ടിലുകൾ എനിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു ബോട്ടിലിനോട് എനിക്ക് ഭയങ്കര ക്രേസാണ്. ഇത് ഇവർ കോഫി കുടിക്കുന്ന ഷോപ്പിൽ കോഫി കുടിക്കുന്ന പൊടിയുടെ കുപ്പികളാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഷേപ്പും രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ മുമ്പ് കുറച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഹസ്ബൻഡ് ഇവിടെ സെറ്റാക്കി ഓരോ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ കുപ്പികൾ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടി. പിന്നെയുള്ളത് കിച്ചണാണ്. കിച്ചണിൽ ഈ ഒരു ഫ്രിഡ്ജൊക്കെ പഴയതാണ്, എന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല തണുപ്പും കാര്യമൊക്കെ ഉണ്ട്. ഇതിലും കൊണ്ടുവന്ന സാധനങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ സൗദി അറേബ്യയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ റമദാനിന് കിട്ടുന്ന ഈത്തപ്പഴമൊക്കെ ഉണ്ട്. അന്ന് തന്നെ നമ്മളോട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവരിവിടെ നിൽക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിലെ ഫുഡൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതിനിടയിലാണ് കേട്ടോ ഒരാളെ കാണാനില്ല. പുറത്തേക്ക് നോക്കിയപ്പോൾ ഇവിടെ ഇരുന്ന് വൈഫിനോട് സൊള്ളാണ്. നമ്മൾ ഷൂട്ട് ചെയ്യുന്നൊന്നും ആൾ അറിഞ്ഞിട്ടില്ല. ആദ്യം കുക്ക് ചെയ്ത് തരാൻ പറഞ്ഞത് ചക്കയായിരുന്നു കേട്ടോ. ചക്ക നോമ്പുറക്കുന്ന സമയത്തേക്ക് കുക്ക് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനത് കുക്ക് ചെയ്തു. ഓരോന്നും കുക്ക് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് വേറെ സാധനങ്ങൾ പറയും. അപ്പോൾ നമ്മൾ അന്നൊരു കുക്കിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൊണ്ടുവന്ന പഴത്തിൻ്റെ തൊലിയൊക്കെ ചെറുതായിട്ട് കറുത്തുപോയി. അപ്പോൾ കൂടുതൽ വെക്കണ്ടെന്ന് വിചാരിച്ച് ഇതുപോലെയുള്ള സ്നാക്കുകൾ ഉണ്ടാക്കിയെടുത്തു. ഇതൊക്കെ ഞാൻ വിശദമായിട്ട് നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പഴം പൊരിക്കുന്ന സമയത്ത് നമുക്ക് അതിന് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ കുറച്ച് ബ്രെഡ് പൊടിയും പഞ്ചസാരയൊക്കെ ഉണ്ടായാൽ മാത്രം മതി. ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിൻ്റെ ഫുള്ള് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെതായിട്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ കുക്ക് ചെയ്തത് ഇതുപോലെ കൊണ്ടുവന്ന കപ്പയായിരുന്നു. കപ്പയിലേക്ക് തലക്കറിയാണ് വെച്ചിട്ടുള്ളത്. തലയൊക്കെ ആദ്യം കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടുള്ളത് കൊണ്ട് കട്ട് ചെയ്തിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ തലക്കറി ഉണ്ടാക്കി. പിന്നെ ജ്യൂസും. അതിന് ശേഷം നമ്മളിതാ ചിക്കൻ പൊരി വേണമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ പൊരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മളെല്ലാവരും കൂടെ ആയതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൽ നല്ല ഫ്രൂട്ട്സുകളായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട്, അതുപോലെ മുന്തിരി, ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്നാക്കായിട്ട് ഉണ്ടാക്കിയത് കട്ട്ലറ്റായിരുന്നു കേട്ടോ. കട്ട്ലറ്റും അടിപൊളിയായിട്ടുണ്ടാക്കി. എല്ലാം കുറേശ്ശെയാണ് ഉണ്ടാക്കിയത്. ഹസ്ബൻഡിൻ്റെ ഒരു ആഗ്രഹം തീരണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതാ ചിക്കൻ ബിരിയാണിയാണ് വെച്ചത്. അപ്പോൾ ചെമ്പൊക്കെ ഞാൻ കുറച്ച് ചെമ്പൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ കുറഞ്ഞ ദിവസത്തിന് വരുമ്പോൾ വാങ്ങിക്കൊണ്ടുണ്ടെന്ന് വിചാരിച്ചിട്ട്. അതുപോലെ ഫ്രൈ പാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് പോയപ്പോൾ ഉപയോഗിച്ച ഫ്രൈ പാനൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ റൂമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് തന്നു.
അങ്ങനെ ഈ പ്രാവശ്യം പാത്രങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. മക്കളൊക്കെ ഇവിടെ TV കണ്ട് റെസ്റ്റിലാണ്. അച്ചാറുകളൊക്കെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. ശർക്കരപ്പുളിയും അതുപോലെ മാംഗോ അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ട് എല്ലാം ഹസ്ബൻഡും സെയിനും കൂടെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നോമ്പിനുള്ള എല്ലാം സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ കർട്ടൻ നീക്കി നമ്മൾ പുറത്തേക്കൊന്ന് നോക്കിയപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടത്. ഈ നോമ്പ് തുറക്കുന്ന ടൈം ആകുമ്പോഴേക്ക് വീട്ടിലെത്താനുള്ള ധൃതി പിടിച്ച ഓട്ടങ്ങൾ. അങ്ങനെ ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരാം. നിങ്ങളെല്ലാവരും ഒരുപാട് ദൈർഘ്യമുള്ള വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ കണ്ട് നിങ്ങളൊരു ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സൗദി അറേബ്യയുടെയും അതുപോലെ ഞങ്ങൾ ഉംറയ്ക്ക് പോകുന്നതിൻ്റെയും ഈദിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ പങ്കുവെക്കാം. എല്ലാവർക്കും നന്ദി.